പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. കേരളത്തിലാകമാനം വലിയ പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തു. ഇപ്പോഴും പല സ്ഥലത്തും പ്രതിഷേധം തുടരുന്നു. ഈ വിഷയത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് ഷാഫി പരാതി നൽകിയിരിക്കുന്നു. ഷാഫി മാത്രമല്ല, കൊടിക്കുന്നിൽ സുരേഷ് എം പി പരാതി നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി പരാതി നൽകിയിട്ടുണ്ട്. എന്തായിരിക്കും ഈ വിഷയത്തിൽ ലോക്സഭാ സ്പീക്കറുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു തുടർ നടപടി? ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെ കൃത്യമായി അദ്ദേഹത്തിന് മർദ്ദനമേറ്റത് ഒരു ജനപ്രതിനിധിക്കാണ് മർദ്ദനമേറ്റത്. അപ്പം പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഈ ഫേസ്ബുക്കിലൊക്കെ ചോദിക്കുന്നത്, എത്രയോ അധികം ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മർദ്ദനമേൽക്കുന്നു, ഷാഫിക്ക് മാത്രം എന്താ പ്രത്യേകത എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഷാഫിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ജനപ്രതിനിധിയാണ് എന്നുള്ളതാണ്. ജനപ്രതിനിധിക്ക് പ്രത്യേകതയുണ്ട്, അത് മനസ്സിലാക്കണം. കാരണം ഒരു ലോക്സഭയുടെ MP എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന നമ്മുടെ ഭാരതത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പോവുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് DGPയേക്കാൾ വലിയ പദവി ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പ്രത്യേകത. ആ ജനപ്രതിനിധി DGPയേക്കാൾ പവറുള്ള ആളാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ നിയമപരമായി ഭരണഘടനാപരമായിട്ട്. അത് തന്നെയാണ് ഷാഫിയുടെ പ്രത്യേകത. അതുകൊണ്ട് ആ ഷാഫിയെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ, ഇപ്പോൾ ഏതെങ്കിലും കോൺസ്റ്റബിളോ CPOയോ വന്നിട്ട് പുറകിൽ നിന്ന് മൂക്കിലടിക്കുക എന്ന് പറയുന്നത് ഏത് നിയമമാണെന്നാ? ഇപ്പൊ മന്ത്രിയുടെ ഒരു മൂക്കിൽ ഒരു പോലീസുകാരൻ അടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? മന്ത്രി ഒരു സമരത്തിന് പോവാണ് കേന്ദ്രത്തിനെതിരെ, അതിലൊരു ലാത്തി ചാർജ് ഉണ്ടാവുന്നു, അടിക്കുമോ പോലീസുകാരൻ? ഇല്ല. എന്താ അടിക്കാത്തത്? അവരെ തൊപ്പി തെറിക്കും. അന്ന് ഈ പറയുന്ന ന്യായീകരണം ഉണ്ടാവുമോ? ന്യായീകരണം ഉണ്ടാവില്ല. ഇതേ കാര്യം ആർക്ക് കൊടുക്കണം? ഇതേ കാര്യം ഷാഫി പറമ്പിലിന് കിട്ടണം. ഷാഫി പറമ്പിൽ MP ആണ്. MPയെയും MLAയും അടിച്ചുകൊണ്ടല്ല പോലീസുകാരൻ എന്ത് കാണിക്കേണ്ടത്? അവനെ മിടുക്ക് കാണിക്കേണ്ടത്. മാത്രമല്ല ഈ പറയുന്ന പോലെ അത് ഞാൻ CPMന്റെ MPA MLA അടിക്കരുത്, BJPയുടെ MPA MLA അടിക്കരുത്, ആരെയും അടിക്കരുത്. അല്ലെങ്കിൽ ഇവർ ഈ ഷാഫി പറമ്പിലിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ജനപ്രതിനിധികൾക്ക് അവരുടേതായ എന്ത് കൊടുക്കണം? പരിഗണന കൊടുക്കണം. ഇനി അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം നടപടി എടുക്കണം. അല്ലാതെ ലാത്തി വെച്ച് അടിക്കുക എന്നുള്ളതല്ലല്ലോ അതിന്റെ മര്യാദ. ഈ ഷാഫി പറമ്പിലിനെ അടിച്ച സമയത്ത് റൂറൽ SP ബൈജു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ആരാണ് ലാത്തി ചാർജ് ചെയ്തത്? ഞങ്ങൾ ലാത്തി ചാർജ് ചെയ്തിട്ടില്ല, നിങ്ങൾ തെളിവ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തെളിവ് വന്നു. തെളിവ് വന്നപ്പോഴാണ് ഈ വലിയ പ്രശ്നമായി എന്ന് മനസ്സിലായപ്പോഴാണ് ബൈജുവിന്റെ തന്നെ ഒരു പ്രത്യേകത, റൂറൽ SPയുടെ തന്നെ ഒരു ഈ പോലീസുകാർക്കെതിരായ ഒരു പ്രസ്താവന പുറത്തു വന്നത്. നമ്മളിൽ തന്നെയുള്ള ചിലർ ഷാഫിയെ അടിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി, അത് അബദ്ധം പറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. ലാത്തി ചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല. രണ്ട് ഗുരുതരമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ലാത്തി ചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല. ലാത്തി ചാർജ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ സമയത്ത് ക്രമസമാധാനം തകർന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആരാണോ കമാൻഡന്റ് അയാൾ കൊടുക്കുന്ന ഉത്തരവാണ് ഈ പറയുന്ന ലാത്തി ചാർജിന് ഓർഡർ കൊടുക്കുക. അപ്പൊ എല്ലാവരും അടിച്ചോടിക്കുക. അടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, മുട്ടിന് താഴോട്ടാണ് അടിക്കേണ്ടത് എന്നൊരു നിയമമുണ്ട്. ആ സാധനം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നട്ടല്, തല പോലുള്ള വളരെ പ്രധാനപ്പെട്ട മർമ്മസ്ഥലങ്ങളിൽ അടിക്കരുത് എന്നും കൂടെ നിയമം പോലീസിന്, കേരള പോലീസിന് വേറെ പ്രത്യേക പരിശീലനം കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഇത് കൊടുത്തിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? റൂറൽ SP പറയുന്നത്. പിന്നെ എങ്ങനെ അവിടെ പോലീസ് ലാത്തി വീശി? കമാൻഡ് ഇല്ലാതെ എങ്ങനെ പോലീസ് അവിടെ ലാത്തി വീശി? കമാൻഡ് കൊടുക്കാതെ പോലീസിന് ലാത്തി വീശാൻ പറ്റും? ഇല്ല. പിന്നെ ആരാ അതിന് ഉത്തരം പറയേണ്ടത്? ഇവരല്ലേ. ഇത് അതിനുശേഷം എന്താണ് ഷാഫി പറമ്പിലിനെ ഈ പറയുന്ന റൂറൽ SP വിളിച്ച് അബദ്ധം പറ്റി, അല്ലെങ്കിൽ എന്താണ് ഒരു പിശക് പറ്റി എന്നുള്ള നിലയിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ റൂറൽ SP ഇത് പുറത്തു വന്നതിന് ശേഷം CPMന് അത് വലിയ തരത്തിൽ നാണക്കേടായി എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം റൂറൽ SP ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തിരുത്തി പറഞ്ഞു. അതായത് ഞാൻ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല എന്നാണ് ആര് പറയുന്നത്? റൂറൽ SP പറയുന്നത്. അതിനുശേഷം ഷാഫി പറമ്പിൽ ഇവിടത്തെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർക്ക് അദ്ദേഹം നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലാക്കുന്ന കാര്യം അനുസരിച്ച് ഒരു MPയെ ആക്രമിച്ചാൽ ആ കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ അണ്ടറിൽ കൂടെയുള്ള കാര്യമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിധിയിൽ കൂടെ വരുന്ന വിഷയമാണത്. അത് കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ മാത്രമല്ല, അത് കേന്ദ്രത്തിന് നേരിട്ട് അന്വേഷിക്കാനും അതിൽ നടപടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ആര്? ഈ പറയുന്ന പോലെ DGP ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. ഇവര് കേരള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാത്രം കീഴിലുള്ളതല്ല, കേന്ദ്രം കൂടിയാണ് ഈ DGPയെ തിരഞ്ഞെടുക്കുന്നത്. ആരാവണം DGP എന്ന് പറയേണ്ടത് ആരാണ്? കേന്ദ്രമാണ്. കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ഇന്ന ആള് DGP ആണെന്ന് പറയേണ്ടതും അനുമതി കൊടുക്കേണ്ടതും കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിന് ഏത് നിമിഷവും IAS IPS ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു വിളിക്കാനുള്ള നിയമം കേന്ദ്രം പാസ്സാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ DGPയെ തിരിച്ചു വിളിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ സ്പീക്കർക്ക് കൊടുത്ത പരാതിയിൽ ലോക്സഭാ സ്പീക്കർ
റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കൃത്യമായി ഈ കാര്യത്തിൽ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടത് വിഷയത്തിൽ കോൺഗ്രസ് കൊടുത്ത പരാതി, അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP കൊടുത്ത പരാതി, ഈ പരാതി പരിശോധിക്കാൻ സ്പീക്കറുടെ ഓഫീസ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അത് പറയുന്നത് ഈ വാർത്ത പുറത്തു വരുന്ന സോഴ്സുകളിൽ നിന്ന്, നമുക്ക് കിട്ടുന്ന സോഴ്സുകളിൽ നിന്നുള്ള വാർത്ത ശരിയാണെങ്കിൽ ആ അടിച്ച പോലീസുകാരന് അത്യാവശ്യം നല്ല പണി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സർവീസിൽ തുടരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു MP അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതിന്റെ പ്രത്യാഘാതങ്ങൾ കോടതിയിൽ പോലും നേരിടാൻ പോലീസിന് കഴിയില്ല എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. അവരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിനും കഴിയില്ല. മാത്രമല്ല 6 മാസം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ളത്. 6 മാസം തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ അടുത്ത 2 മാസം കഴിഞ്ഞാൽ എന്താണ്, അടുത്ത ഇപ്പോൾ 1 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ തദ്ദേശ ഇലക്ഷൻ വരാൻ പോവാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം മാറാൻ പോവുകയാണ്. 1. 2, ഒരു 3-4 മാസം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്നെ ഈ പറയുന്ന നിയന്ത്രണത്തിലായിരിക്കും പോലീസ് സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത്. ആ സമയത്തൊക്കെ തന്നെ ഈ പറയുന്ന പോലീസുകാർക്ക് വേണ്ടി ആരാണ് എവിടെയാണ് വാദിക്കുക? കാര്യമുണ്ടല്ലോ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അനന്തരഫലം അനുഭവിക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ അങ്ങ് ചെയ്യുമ്പോൾ എക്കാലവും എല്ലാവരും നമ്മളെ സംരക്ഷിക്കാനുണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇല്ലെന്നെതിരെ ജനങ്ങൾ കാണുന്ന ഈ ഷാഫിയുടെ കണ്ണീരും അല്ലെങ്കിൽ ഷാഫിയുടെ മൂക്കിന്റെ പാലം പൊട്ടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പരിഹസിച്ച് അദ്ദേഹം പിന്നെ നമ്മൾ തന്നെ ഒരു ന്യൂസ് ചെയ്തു അദ്ദേഹത്തിന്റെ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്താണെന്നറിയോ പറഞ്ഞത്? തലക്കടി കിട്ടിയ ഷാഫി വീൽ ചെയറിലിരുന്ന് പുറത്തേക്ക് വരുന്നു. തലക്കടി കിട്ടിയ ഷാഫി ഹോസ്പിറ്റലിൽ നിന്ന് വീൽ ചെയറിലിരുന്ന് പുറത്തേക്ക് വരുന്നു. തലക്കടി കിട്ടിയ ആൾ അങ്ങോട്ട് നടന്നുപോയി, ഇങ്ങോട്ട് വീൽ ചെയറിലാണ് വരുന്നത്. ഇത് എന്ത് കഥയാണ്? ഞാൻ ഇത് കണ്ടിട്ട് ഞാനിങ്ങനെ, നമ്മൾ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന പോലെ 10ാം ക്ലാസ്സിൽ സയൻസ് പുസ്തകം പഠിക്കേണ്ട, അതുപോലെ തന്നെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ എല്ലാ മനുഷ്യന്മാരും മെഡിക്കലി പ്രാഥമിക കാര്യം പഠിച്ചു വെക്കണം എന്നാണ് നമ്മൾ പറയാ. പക്ഷെ അതൊന്നും വേണ്ട. നോർമലി തലയ്ക്ക് സൈനസ് എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറ്റുന്ന ഏരിയയാണ്. അത് വന്നു കഴിഞ്ഞാൽ അവിടെ അത്ര തന്ത്രപ്രധാനമായ മർമ്മമാണ് സൈനസും മൂക്കിന്റെ എല്ലാം. ഇതിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇളകരുത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ആർക്കില്ല? ഈ പറയുന്ന ആളുകൾക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇവർ പോസ്റ്റ് ഇടുന്നത്? പക്ഷെ പൊതുജനങ്ങൾക്ക് ഈ ബോധം ഇല്ലെന്നാണോ മനസ്സിലാക്കുന്നത്? പൊതുജനങ്ങൾ ഇത് കണ്ടിട്ട് മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഇവരെന്തൊക്കെയാണ് പറയുന്നത് ആലോചിച്ചിട്ട്. ഞാൻ പറയുന്നത്, ഈ സൈബർ പ്രചരണം നടത്തുന്ന ആളുകൾ അവരുടെ പാർട്ടിക്ക് ചെയ്യുന്നത് വലിയ ദ്രോഹമാണ്. അത് തന്നെ മനസ്സിലാക്കൂ. അതായത് അവരുടെ പാർട്ടിക്ക് ഈ സൈബർ ആളുകൾ ചെയ്യുന്ന വലിയ ദ്രോഹമല്ലേ? ഇവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ അവരെ പിന്തിരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഷാഫി പറമ്പിൽ എത്രയധികം മൈലേജ് അതിലൂടെ കൊടുത്തു. അതുകൊണ്ട് എന്തായാലും പണി വരുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ പേരാമ്പ്ര MLA TP രാമകൃഷ്ണനുമായി LDF കൺവീനർ TP രാമകൃഷ്ണനുമായി നിൽക്കുന്ന എന്റെ സഖാവിനൊപ്പം എന്ന് പറഞ്ഞ ക്യാപ്ഷൻ ഇട്ട ഒരു പോലീസുകാരന്റെ ചിത്രം വന്നിട്ടുണ്ട്. ആ പോലീസുകാരനെ മർദ്ദിച്ചെന്ന് കോൺഗ്രസ് കൃത്യമായി പേര് മെൻഷൻ ചെയ്ത് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. അല്ല, അതുണ്ട്. പക്ഷെ അതില് CPM പ്രതിരോധിക്കുന്നത് ആ പറയുന്ന വ്യക്തി ഒരു പോലീസുകാരന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ പറയുന്ന പോലീസുകാരനല്ല മർദ്ദിച്ചതെന്നും അന്ന് അദ്ദേഹം DYSPയുടെ പിന്നെ എന്താണ് സുരക്ഷാ ചുമതലയിലായിരുന്നു ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഗണ്ണായിരുന്നു ഉണ്ടായിരുന്നതെന്നും ലാത്തി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ആരാണ് മർദ്ദിച്ചത് എന്ന് വിഷ്വൽസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് കൃത്യമായി നടപടിയെടുക്കാൻ തുനിയണ്ടേ? അത് തുനിയാതെ ഇന്ന് പേരാമ്പ്രയിലെ മുഴുവൻ എന്താണ് കോൺഗ്രസ് പ്രവർത്തകരുടെ, UDF പ്രവർത്തകരുടെ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഒക്കെ വീടുകളിൽ അതിരാവിലെ 4 മണിക്കൊക്കെ വന്നിട്ട് റെയ്ഡാണ്. നാദാപുരത്ത് പേരാമ്പ്രയിലുള്ള നേതാക്കന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി അവരുടെ ഇപ്പം 7 ആളെ അറസ്റ്റ് ചെയ്തു. അത് 7 ആളെ അറസ്റ്റ് ചെയ്തു. അതിൽ എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബ്ലോക്ക് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് 2 മണ്ഡലം പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്താ? അവർക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ അന്നൊന്നുമില്ലാത്ത ആരോപണങ്ങളാണ് പിന്നീട് പൊന്തി വീഴുന്നത് എന്നുള്ളതാണ്. ഈ പോലീസുകാർക്കെതിരെ നടപടി, അപ്പൊ ശരി, അങ്ങനെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കട്ടെ, തീർച്ചയായിട്ടും നടപടി എടുക്കണം. അത് ക്രമസമാധാനത്തിന് വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിച്ചാലും നടപടി എടുക്കണം. പക്ഷെ ഇതേ കാര്യം ഈ പോലീസുകാരനെതിരെ എന്താ നടപടി എടുക്കാത്തത്? പോലീസുകാരനെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുകയാണ്. അയാൾക്ക് ആരാണ് നിർദ്ദേശം കൊടുത്തത്? ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്തുണ ഇല്ലാതെ ഷാഫി പറമ്പിലിനെ പോലെ ഒരാളെ കയറി കൈവെക്കാൻ ഒരു പോലീസുകാരനും ധൈര്യം, ഒരു MP ജനപ്രതിനിധി ആക്രമിക്കില്ല അല്ലാന്നുള്ള ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സംസ്ഥാനം ഒരു അഴവഴമ്പൻ സമീപനം സ്വീകരിച്ചാലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പാർലമെന്റ് കമ്മിറ്റി ഇടപെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കൃത്യമായി മറുപടി ഇവർ പറയേണ്ടി വരും എന്നുള്ളത്. അപ്പൊ ഈ കാക്കിയിട്ടിന് അധികകാലം ഇവർക്ക്
മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇപ്പൊ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെ തന്നെയാണ്. മാത്രമല്ല നല്ല ഒരുപാട് പോലീസുകാർ നമ്മുടെ സേനയിലുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്ന, ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ തൂങ്ങി മരിക്കാൻ വേണ്ടി പോയ ഒരാളുടെ യുവതിയുടെ കോൾ പിന്തുടർന്നെത്തി പോയി ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അവരെ രക്ഷപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സേനയാണ്. ആ സേനയിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അടിമപ്പണി എടുക്കുന്ന ചില പോലീസുകാരും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതേത് സർക്കാർ ആളുകളെ വെച്ചുറപ്പിക്കാൻ പറ്റില്ല സേനയിൽ. അതേ സർക്കാർ, എല്ലാ സർക്കാരുകളും അത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഈ തരത്തിൽ തെറ്റ് ചെയ്ത പോലീസുകാരെ മുഴുവൻ സംരക്ഷിക്കുന്ന നിലപാട് ഇപ്പോഴാണ് ഈ പറയുന്ന പോലീസുകാർക്കെതിരെ വലിയ പ്രശ്നങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നത്. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ ഒരു അക്രമം. അതിൽ ഒരു കാര്യം കൂടി പറയാനുള്ള വെച്ചാൽ ഈ പോലീസ് അസോസിയേഷൻ ഇവർക്ക് ഭയങ്കര പിന്തുണ കൊടുക്കുന്നു. പോലീസ് അസോസിയേഷന്റെ പിന്തുണ ഇവർക്ക് ക്രിമിനൽ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു പ്രചോദനമായി മാറുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് അസോസിയേഷൻ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇത് കൊണ്ടുവന്നത്. ഒരു പ്രതികരണം പോലും അവർ നടത്താറില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിനെതിരെ അവർ നടത്തി. എങ്ങോട്ടാണ് കേരള പോലീസിനെ കൊണ്ടുപോകുന്നത് ആലോചിക്കണ്ടേ? അപ്പൊ അതൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഷാഫിയെ മർദ്ദിച്ച ആളുകൾക്കെതിരെ നടപടി ഉറപ്പാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.